ഇസ്രായേൽ റഫയ്ക്ക് നേരെ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങളുടെ വാർത്തകളും ചിത്രങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ ആളുകളെ ഞെട്ടിക്കുന്നതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ ആരായുകയാണ് ലോകം. ഇപ്പോൾ പുതിയ ഫോർമുല മുന്നോട്ട് വെച്ച് ഇസ്രായേൽ തന്നെ വന്നിരിക്കുകയാണ്. 3 ഘട്ടമായി പൂർണ്ണ വെടിനിർത്തൽ ഏർപ്പെടുത്തുന്നതാണ് നിർദ്ദേശം. ഫോർമുല ഖത്തർ വഴി ഹമാസിനെ അറിയിച്ചെന്ന് ജോ ബൈഡൻ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മുഹമ്മദ് സാലിഹ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സ്വാലി, പലതരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടന്നിരുന്നെങ്കിലും ഒന്നും ഫലവത്താകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ റഫേലി ആക്രമണം കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി വളരെ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള സമാധാന ചർച്ചകളിലേക്ക് പോകേണ്ടത് അനിവാര്യമായിരിക്കുന്നു. ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അത് പ്രായോഗികമാകാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ജിൽസി, ഗസയിൽ നരമേധം തുടങ്ങിയിട്ട് 8 മാസം പിന്നിട്ടിരിക്കുന്നു. 10,000 മരണപ്പെട്ടു കഴിഞ്ഞു. അതിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ്. പക്ഷേ ഈ സമയത്താണ് ലോകത്തിന് ഒരു പ്രതീക്ഷയുടെ ചെറുതിരിയെങ്കിലും ലഭിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്ന സൂചനകളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഇസ്രായേലാണ് ഇത്തരത്തിലൊരു പ്രപ്പോസൽ, ഇത്തരത്തിലൊരു ഫോർമുല മുന്നോട്ട് വെച്ചത്. ഇന്നലെ രാത്രി US പ്രസിഡന്റ് ജോ ബൈഡനാണ് ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തുവിടുന്നത്. 3 ഘട്ടങ്ങളിലായി യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു ഫോർമുലയാണ് ഇസ്രായേൽ ഹമാസിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഖത്തർ മുഖേനയാണ് ഇസ്രായേൽ ഹമാസിനെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ള ബന്ദികളെ വിട്ടയക്കുക, പകരം ഇസ്രായേൽ തടവിലുള്ള ആയിരക്കണക്കിന് ഫലസ്തീനി തടവുകാരിൽ ഭൂരിഭാഗം പേരെയും വിട്ടയക്കുക. ഇത്തരത്തിലാണ് ആദ്യഘട്ടത്തിലുള്ള ഒരു നീക്കം. ഈ സമയത്ത് 600 ട്രക്കുകൾ, വിവിധ സഹായങ്ങളുമായി 600 ട്രക്കുകൾ ഗസയിലേക്ക് കടത്തിവിടും. ഇതിൽ അന്താരാഷ്ട്ര സംഘടനകളടക്കം ഗസയിലേക്ക് നൽകിയ പാർപ്പിട, താൽക്കാലികമായി പാർക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ കടത്തിവിടും എന്നാണ് മനസ്സിലാക്കുന്നത്. 2ാം ഘട്ടത്തിൽ 6 ആഴ്ച നീളുന്ന ആദ്യഘട്ടത്തിന് ശേഷം 2ാം ഘട്ടത്തിലാണ് സൈനിക പിന്മാറ്റം ഉണ്ടാവുക. പൂർണ്ണമായി സൈനിക പിന്മാറ്റം 2ാം ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നുണ്ട്. 3ാം ഘട്ടത്തിൽ US-ൻ്റെയും അന്തർദേശീയ ഏജൻസികളുടെയും സഹായത്തോടെ ഗസയുടെ പുനർനിർമ്മാണവും ആശുപത്രികളുടെ പൂർണ്ണമായ സജ്ജീകരണവും അടക്കം നടക്കും എന്നതാണ് ഈ ഒരു ഫോർമുലയിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഈ ഒരു ഫോർമുല നടപ്പിലാകാൻ നിരവധി വെല്ലുവിളികളുണ്ട്. ഹമാസ് ഇക്കാര്യം അംഗീകരിക്കണം. ഹമാസ് അംഗീകരിക്കുന്നതിലേക്കുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനകത്തു തന്നെ നമുക്കറിയാം തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഇത്തരത്തിലുള്ള പ്രപ്പോസലുകൾക്ക് വിരുദ്ധമായാണ് അവരുടെ നിലപാട് സ്വീകരിക്കുന്നത്. അതായത് ഗസയിൽ പൂർണ്ണമായി ഗസയിൽ എല്ലാ കാലത്തും അവരുടെ ഒരു അധീനത വേണം, അവർ സൈനിക സാന്നിധ്യം വേണം, ഗസയിലെ ഭരണം അവർക്ക് കീഴിൽ വേണം എന്നവർ വാദിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രപ്പോസൽ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നതിൽ ചെറിയ തോതിലെങ്കിലും ആശങ്കയുണ്ട്. ജിൽസി, എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.